പാപഗ്രഹങ്ങളുടെ ദശയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ മൂന്നാമത് ദശ എന്ന് പറഞ്ഞാൽ ഒരുവിധം പ്രായം ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോൾ പാപദശ, പാപഗ്രഹങ്ങളുടെ ദശ വരികയാണ്. അപ്പോൾ രോഹിണി അത്തം തിരുവോണം. അപ്പോൾ രോഹിണി അത്തം തിരുവോണത്തിൽ ജനിച്ചാൽ ചന്ദ്രദശയിൽ ജനിക്കും. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ, അത് കഴിഞ്ഞാൽ രാഹുദശ വരും. അപ്പോൾ ചന്ദ്രദശയുടെ 10 വർഷത്തിലെ പകുതി കൂട്ടാം. അപ്പോൾ 5, പിന്നെ 7, 5, 12 വയസ്സ് മുതൽ 18 കൊല്ലം 30 വയസ്സ് വരെ അയാൾക്ക് രാഹുവിൻ്റെ ദശയായിരിക്കും. കുറച്ച് കഷ്ടപ്പാടാണ്, നല്ല കഷ്ടപ്പാടായിരിക്കും. അത്തംകാരും രോഹിണിക്കാരും തിരുവോണംകാരും ഒക്കെ നന്നായിട്ട് ചെറുപ്പകാലത്ത് അവരുടെ കുടുംബത്തിന് വേണ്ടിയും സ്വന്തമായിട്ട് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അത് തന്നെ അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനും ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും 9 ദശകൾ അനുഭവിക്കണം. അവരുടെ ആയുസിൻ്റെ ദൈർഘ്യം അനുസരിച്ച് 50-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നവരാണെങ്കിൽ അങ്ങനെ വേണമെന്നില്ല. പൂർണ്ണ ആയുസ്സിൽ മരിക്കുവാണെങ്കിൽ 9 ദശകൾ അനുഭവിക്കണം. അതിന് 1-ാമത്തെ ദശയെ ജന്മദശ എന്ന് പറയും, 2-ാമത്തേനെ സമ്പദ് ദശ എന്ന് പറയും, 3-ാമത്തേനെ വിപത്ത് ദശ എന്ന് പറയും. ക്ഷേമം, പ്രത്യരം, സാധകം, വധം, മൈത്രം, പരമമൈത്രം, ഇങ്ങനെ 9 ദശകളുണ്ട്. ഇതിനകത്ത് 3-ാമത് വരുന്ന ദശ വിപത്താണ്.